എല്ലാവർക്കും നമസ്കാരം. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പും അതിൻ്റെ ഫലപ്രഖ്യാപനവും വിജയാഹ്ലാദവും എല്ലാം തന്നെ കഴിഞ്ഞു. പക്ഷേ ചാലക്കുടിയിൽ മറ്റൊരു തെരഞ്ഞെടുപ്പിൻ്റെ ആരവങ്ങൾ ഉയരുകയാണ്. അത് ചാലക്കുടി നഗരസഭ 24-ാം വാർഡിൽ നിലവിൽ അവിടുത്തെ കൗൺസിലറായിരുന്ന അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്ത് അവിടെ രാജിവെച്ചതിന് ശേഷമാണ് നിയമസഭയിലേക്ക് LDFിൻ്റെ ടിക്കറ്റിൽ മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ ചാലക്കുടി നഗരസഭ 24-ാം വാർഡിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ വിചിത്രമായിട്ടുള്ള ചില സംഭവങ്ങൾ ഇപ്പോൾ ആ വാർഡിൻ്റെ പരിസരങ്ങളിൽ കണ്ടുവരികയാണ്. ഇന്ന് കാലത്ത് ചാലക്കുടി ITയുടെ അവിടെ ട്രാംവേ റോഡിൽ, അതുപോലെ തന്നെ നമ്മുടെ ലത്തിമ്പള്ളിയിലേക്ക് തിരിയുന്ന വഴിക്ക് അവിടെയെല്ലാം തന്നെ വാർഡിന്റെ പല പരിസരങ്ങളിലും ഒരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ചാലക്കുടി നഗരസഭ 24-ാം വാർഡിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഈ വാർഡിൽ നിന്നുള്ള സ്ഥാനാർത്ഥി തന്നെ മതി. ഇതാണ് ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളത്. ആ ബോർഡിന്റെ ചുറ്റും ഒരു ത്രിവർണ്ണ നിറത്തിലുള്ള കളറിലുള്ള ഒരു ബോർഡർ ലൈനും പോയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമുക്ക് ആ ബോർഡിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ. ഇത് ആരാണ് വെച്ചത്, എന്താണ് സംഭവം എന്നറിയില്ല. പക്ഷെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ അന്തർധാരകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ 24-ാം വാർഡിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ചിലർ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുള്ള അടിക്കളികൾക്ക് നേതൃത്വം കൊടുത്തു കഴിഞ്ഞിരുന്നു. നിലവിൽ അവിടുത്തെ വാർഡ് കമ്മിറ്റി അവിടെ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ നല്ല സ്ഥാനാർത്ഥി, അവിടുത്തെ ആ വാർഡിനെ പറ്റി അറിയുന്ന ആളും ആ വാർഡ് ദീർഘനാൾ രാഷ്ട്രീയ പ്രവർത്തനവും അതുപോലെ തന്നെ ജനങ്ങളുമായിട്ട് നല്ല ഇടപെടൽ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ വാർഡിലെ ആളുകൾ കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ ആ വാർഡ് ലക്ഷ്യമാക്കിക്കൊണ്ട് മറ്റൊരാൾ ഇതിനോടകം രംഗപ്രവേശനം ചെയ്തു കഴിഞ്ഞു. അത് മറ്റാരുമല്ല, VOP ആണ്. VOP അവിടെ കാര്യങ്ങൾ നീക്കി കഴിഞ്ഞു. ചാലക്കുടിയിലെ ഗദർ പാർട്ടിയിൽ ഇപ്പോൾ പ്രധാനമായിട്ടും 2 ഗ്രൂപ്പുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒന്ന് എബിലപ്പൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ, അതായത് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരെ 2 വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ വാശിയോടുകൂടി പോരാടിക്കൊണ്ടിരുന്ന 2 ഗ്രൂപ്പ് സംവിധാനങ്ങൾ. ഒന്ന് കസേര മനുഷ്യനും ഒന്ന് VOPയും. ഇവർ രണ്ടുപേരും അവൾ വരാതിരിക്കാൻ വേണ്ടി, അവൾ ചെയർപേഴ്സൺ സ്ഥാനത്ത് വരരുത്, അതുമാത്രമല്ല കസേര മനുഷ്യനെ പ്രത്യേകിച്ച് ആരും തന്നെ അദ്ദേഹത്തിന്റെ കൂടെ പ്രത്യേകിച്ച് ശക്തിയൊന്നും നൽകി നിൽക്കാൻ മാത്രം കൗൺസിലർമാരില്ല. VOPയുടെ ഭാഗത്ത് തന്നെ കുറച്ച് കൗൺസിലർമാരുണ്ട്. അങ്ങനെ ഒരു ടീമായി. അതാണ് എബിലപ്പൻ ഗ്രൂപ്പ്. മറ്റൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് നാലപ്പൻ ഗ്രൂപ്പാണ്. നാലപ്പൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 4 വോട്ട് ജയിച്ച ആളും 4 പേര് സപ്പോർട്ട് ചെയ്യുന്ന ആൾ നേതൃത്വം കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് സംവിധാനമാണ് നാലപ്പൻ ഗ്രൂപ്പ്. പിന്നെ ആക്ഷോഭനായിട്ട് നിലകൊള്ളുന്ന നെപ്പോളിയൻ ചന്ദ്രേട്ടൻ ഗ്രൂപ്പ്. അങ്ങനെ ഈ 3 ഗ്രൂപ്പുകളാണ് നിലവിലുള്ളത്. അപ്പൊ ഇതിൽ ഈ എബിലപ്പൻ ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായിട്ട് VOP ഇപ്പോൾ രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. ഈ വാർഡിന്റെ അകത്ത്, അതായത് 24-ാം വാർഡ് എന്ന് പറയുന്ന വാർഡിലേക്ക് അദ്ദേഹം ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് എന്തായിരുന്നാലും ജയിക്കാൻ സാധിക്കും. അതൊരു ഗദർ പാർട്ടി രാഷ്ട്രീയത്തിന് വളരെ വേരോട്ടമുള്ള ഒരു വളക്കൂറുള്ള മണ്ണാണ്. ഇങ്ങനെ കാണിച്ചു പോകണ്ട. വെറുതെ ഒരു വിരൽ കാണിച്ചു പോയാലും അവിടെ ഗദർ പാർട്ടി രാഷ്ട്രീയത്തിന്റെ ആള് ജയിക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആരാണ് ഈ ബോർഡ് വെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷേ 24-ാം വാർഡിന്റെ പല സ്ഥലങ്ങളിലും ഈ പറയുന്ന ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഇപ്പൊ നിലവിലെ സാഹചര്യം അനുസരിച്ച് 2 പേരും വാർഡിൽ നിന്ന് കണ്ടെത്തിയ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഈ പറയുന്ന നാലപ്പൻ ഗ്രൂപ്പും അതുപോലെ തന്നെ നെപ്പോളിയൻ ഗ്രൂപ്പും നാലപ്പൻ ഗ്രൂപ്പും ഒരുമിച്ചിരിക്കുകയാണ്. ആർക്ക് വേണ്ടി? 24-ാം വാർഡിലെ വാർഡ് കമ്മിറ്റിക്കാർ കണ്ടെത്തിയ സ്ഥാനാർത്ഥിയെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി, ഗദർ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരാൻ വേണ്ടി നാലപ്പനും നെപ്പോളിയൻ ഗ്രൂപ്പും ഒരുമിച്ചിരിക്കുകയാണ്. അപ്പുറത്ത് എബിലപ്പൻ ഗ്രൂപ്പ് എന്തായിരുന്നാലും മോളിന്ന് ഇടപെടൽ വഴി സീറ്റ് ഞങ്ങൾ ഒപ്പിക്കും, അതുകൊണ്ട് തന്നെ അദ്ദേഹവും VOPയും പ്രചരണ രംഗത്ത് ഇപ്പോൾ രഹസ്യമായി തന്നെ ഇറങ്ങിക്കഴിഞ്ഞു. ഇതാണ് ഇപ്പോൾ 24-ാം വാർഡിലെ ഒരു സ്ഥിതി. എന്തായിരുന്നാലും ചാലക്കുടിയിൽ ഇത്തരത്തിലുള്ള വളരെ വിചിത്രകരമായിട്ടുള്ള രാഷ്ട്രീയ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും ചാലക്കുടി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് അംഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ആരായിരിക്കും? കാരണം പൊതുവിൽ ഗദർ പാർട്ടി രാഷ്ട്രീയത്തിന് വളക്കൂറുള്ള മണ്ണായതുകൊണ്ട് അവിടെ വിപ്ലവ മുന്നണി രാഷ്ട്രീയത്തിന് വലിയ പ്രസക്തിയില്ല. അപ്പോൾ ഇതിന്റെ ഇടയിൽ ചൂണ്ടിട്ട് മീൻ പിടിക്കാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ മീൻ പിടിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ചൂണ്ടയിൽ മീൻ കൊളുത്തുമോ എന്നറിയില്ല. പക്ഷെ ഇങ്ങനെ ഒരു ബോർഡ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ എഴുതിക്കൊണ്ട് ആ ബോർഡിന് ചുറ്റും ഒരു ത്രിവർണ്ണ ലൈനും ഉണ്ട്. ഇതാരാണ് വെച്ചാൽ എന്താണ് സംഭവം അറിയാൻ സാധിക്കില്ല. പക്ഷേ 24-ാം വാർഡിൽ ഏകദേശം ഒരു പോരാട്ടത്തിലേക്ക്, തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ഒരു ചൂട് നടത്തുന്നത്. എന്നാണ് തെരഞ്ഞെടുപ്പെന്നോ തീയതി എന്നാണെന്നൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ നല്ല വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ആവേശകരമായിട്ടുള്ള പോരാട്ടത്തിലേക്ക് ഗദർ പാർട്ടി രാഷ്ട്രീയ രംഗം ചൂട് പിടിച്ചു കഴിഞ്ഞു. എബിലപ്പൻ ഗ്രൂപ്പിനെ വകഞ്ഞു മാറ്റാൻ നാലപ്പനും നെപ്പോളിയൻ ഗ്രൂപ്പും ഒരുമിച്ച് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിൽ ആര് ജയിക്കും, ആര് ഔദ്യോഗിക സ്ഥാനാർത്ഥിയാണെന്നും പറയാൻ സാധിക്കില്ല. ആക്ഷോഭനായിട്ടാണ് നെപ്പോളിയൻ ഗ്രൂപ്പ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ബാങ്കിൽ നടന്ന ഒരു ചർച്ചയിൽ വളരെ ചൂടേറിയ പോരാട്ടങ്ങൾ നെപ്പോളിയൻ ഗ്രൂപ്പും അതുപോലെ തന്നെ ഈ എബിലപ്പൻ ഗ്രൂപ്പും തമ്മിൽ ആവേശപൂർവ്വം ഏറ്റുമുട്ടി. അത് കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞപ്പോൾ ഒന്നും സംസാരിക്കേണ്ട എന്ന് വിചാരിച്ച് വാശിയേറിയ ഈ വാഗ്വാദങ്ങൾക്കിടയിൽ നെപ്പോളിയൻ ഇറങ്ങിപ്പോന്നു കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, പോണവരെല്ലാം പോണെങ്കിൽ പോട്ടെ. അപ്പൊ അതിന് മറുപടിയായിട്ട് നെപ്പോളിയൻ അദ്ദേഹത്തിന്റെ സിദ്ധമായ രീതിയിൽ നല്ലൊരു പോരാട്ടം കഴിച്ചു. അദ്ദേഹം ഒരു പോരാളിയെ വെറുതെ ഉണർത്താൻ പോയി കഴിഞ്ഞാൽ വിവരം അറിയും. അത് ഇവർക്ക് അറിയില്ലല്ലോ. അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്തു. ആ ചോദിച്ചത് എല്ലിന്റെ ഇടയിൽ കുത്തി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തോട് ഇറങ്ങി പോകാൻ പറഞ്ഞത്. അപ്പൊ അദ്ദേഹം പോണ വഴിക്ക് ഇറങ്ങി പോണ ആളെ വീണ്ടും കൊല്ലിട്ട് കുത്താൻ വന്നു. അതിന്റെ ബാക്കി പത്രം ഇവിടെ നന്ദി പ്രകടിപ്പിക്കാൻ വന്ന ഒരാളുണ്ടായിരുന്നു. വിജയിച്ചു കഴിഞ്ഞിട്ട് നന്ദി പ്രകടിപ്പിക്കാൻ വന്ന ആളുടെ പരിപാടിയിൽ ചില മുഖങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല, ചില മുഖങ്ങളൊന്നും വന്നില്ല. അതിന്റെ കാരണമൊക്കെ വേറെ. അപ്പോൾ ചാലക്കുടിയിലെ ഗദർ പാർട്ടി രാഷ്ട്രീയം ചൂടുപിടിക്കുകയാണ്. എബിലപ്പൻ ഗ്രൂപ്പിനെ വകഞ്ഞു മാറ്റാൻ
നാലപ്പം ഗ്രൂപ്പും നെപ്പോളിയൻ ഗ്രൂപ്പും വളരെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ആര് ഔദ്യോഗിക സ്ഥാനാർത്ഥിയോ ആര് ജയിക്കും. എന്തായിരുന്നാലും ഇതിലൊരു ധാർമ്മിക രാഷ്ട്രീയമുണ്ട്. ഏതില്? ഈ 24-ാം വാർഡിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ധാർമ്മികതയുണ്ട്. ആ ധാർമ്മികത എന്താണെന്നുള്ളത് വാർഡിലുള്ള ആളുകൾ പറയട്ടെ, കമന്റുകളായോ അല്ലാതെയോ. നന്ദി, നമസ്കാരം.